ബ്രില്യന്റിന് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഓരോ മെഡിക്കൽ കോളേജിൽ ബ്രില്യന്റ് ഇങ്ങനെ പോകുമ്പോ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു അടുത്ത വർഷം എനിക്കും അവര് പോകുന്ന ഏതെങ്കിലും ഒരു കോളേജില് എനിക്കും അടുത്ത വർഷം ഇതേപോലെ നിൽക്കണം. നീറ്റിന്റെ റിപ്പീറ്റിംഗ് ലൈഫും കോളേജ് ലൈഫും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാൻ ഇവിടെ ഇപ്പൊ നിൽക്കാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്രില്യന്റിൽ കോച്ചിങ് പോകേണ്ട മാത്രമാണ്. ഒരൊറ്റ പേര് വി ബ്രില്യൻസ്. There lived a ghost. He was known to be a killer and feared the most. കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിൽ സഹ്യപർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ നാട്, അതെ, ഇടുക്കി. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. സ്വപ്നച്ചിറകിലേറി വിജയത്തിന്റെ കൊടുമുടി കീഴടക്കിയ വിദ്യാർത്ഥികളെ കാണാൻ ടീം ബ്രില്യന്റ് ഇന്ന് ഇടുക്കിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക്. നീലക്കുറിഞ്ഞിയും മഞ്ഞു പുതച്ച മലനിരകളും പ്രകൃതി ഒരുക്കിയ വിസ്മയമാണ് ഇടുക്കി. മഞ്ഞിൽ മൂടിയ പുലരികളിൽ പണിക്കിറങ്ങുന്ന കർഷകർ മുതൽ ഇടുക്കിയിലെ ഓരോ ഗ്രാമവാസികൾക്കും പറയാനുള്ളത് അതിജീവനത്തിന്റെയും അചഞ്ചലമായ സ്നേഹത്തിന്റെയും കഥകളാണ്. മഞ്ഞും മഴയും മലനിരകളും കടന്ന് ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞിരുന്ന ഒരു ജനതയുടെ ആശ്വാസ തീരമാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. ടീം ബ്രില്യന്റ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഇടുക്കിയിലാണ്. നമ്മുടെ യാത്ര ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ്, നമ്മുടെ കുട്ടികളെ കാണാൻ. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ബ്രില്യന്റിലൂടെ അഡ്മിഷൻ നേടിയ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ കാണാം. അവരുടെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ ലെക്ചർ ഹാളിൽ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ഈ വർഷം എൻട്രൻസ് പരിശീലിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും നൽകുന്ന ഊർജം ചെറുതല്ല. നമ്മുടെ MBBS ജീവിതത്തിലെ ആദ്യ ദിവസം, എല്ലാവരും ഈ ലെക്ചർ ഹാളിൽ ഒത്തുചേർന്ന ആ ദിവസം, ഏറ്റവും സന്തോഷത്തോടെയും എന്നാൽ ടെൻഷനോടും കൂടി ചേർന്ന ആ ഒരു ദിവസം, നമ്മുടെ കണ്ണുകളെയൊക്കെ ആകർഷിച്ച ഒരു കാര്യമുണ്ട്. യെസ്, നമ്മുടെ ഈ ലെക്ചർ ഹാൾ എല്ലാവിധ മനോഹരമായ ഫെസിലിറ്റീസോടും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തത്, നമുക്ക് സ്പോൺസർ ചെയ്ത നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ. 2025 ഏറ്റവും കഠിനമേറിയ നീറ്റ് എൻട്രൻസ് എക്സാം എഴുതി ഇന്നീ ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തതിൽ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിൽ പഠിച്ച എത്ര പേരുണ്ട് ഇവിടെ? വി ബ്രില്യൻസ്. നൂറ് സീറ്റുകളുള്ള ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 80-ലധികം വിദ്യാർത്ഥികളും ബ്രില്യന്റിന്റെ അഭിമാന താരങ്ങളാണ്. അതെ, ഒരു ക്ലാസ് റൂം മുഴുവൻ
ബ്രില്യൻറ്റിൽ പഠിച്ച് MBBS സീറ്റ് കരസ്ഥമാക്കിയ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലെ ഫസ്റ്റ് ഇയർ ലെക്ചർ ഹാളിലേക്ക് ടീം ബ്രില്യൻറ്റിന്റെ കടന്നുവരവ്. സമയം 4 മണി. ഡിസെക്ഷൻ അവേഴ്സ്, പ്രാക്ടിക്കൽസ് എല്ലാം അവസാനിച്ച് വി ആർ ഇൻ അവർ ലെക്ചർ ഹാൾ. ദ മോസ്റ്റ് അവൈറ്റഡ് ഡേ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ. ദ ബ്രില്യൻ സ്റ്റഡി സെന്റർ നമ്മളെ കാണാനായി, നമ്മുടെ വിജയം നേരിട്ടറിയാനായി ഇവിടെ എത്തിയിരിക്കുന്നു. യെസ്, ലെറ്റ്സ് വെൽക്കം ടീം ബ്രില്യൻ ടു അവർ ലെക്ചർ ഹാൾ. കഴിഞ്ഞ വർഷം ഹൃദയത്തിൽ ഒരു വലിയ സ്വപ്നവും ചിന്തകളിൽ അല്പം ആശങ്കയുമായി ബ്രില്യൻറ്റിന്റെ പടി കടന്നു വന്ന ആ മക്കൾ ഇന്ന് കാലം കരുതി വെച്ച മനോഹരമായൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. പരിചിതമായ ആ മുഖങ്ങൾ ഇന്ന് വൈറ്റ് കോട്ടിന്റെ ഗാംഭീര്യത്തിൽ ഇടുക്കിയിലെ ഈ ക്ലാസ് മുറികളെ ധന്യമാക്കുമ്പോൾ അത് ബ്രില്യൻ ഫാമിലിക്ക് നൽകുന്നൊരു സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. ഓരോ വിദ്യാർത്ഥിയും പിന്നിട്ട് വന്ന കഠിന വഴികളുടെ ഓർമ്മകൾ ഇന്ന് ഈ വിജയത്തിളക്കത്തിന് മുന്നിൽ വഴിമാറുന്നു. അന്ന് ഇവർ കണ്ട ആ സ്വപ്നയാത്ര ഇന്ന് ആ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. അഭിമാനത്തോടെ, അതിലേറെ വാത്സല്യത്തോടെയാണ് ബ്രില്യൻ ടീം ഓരോ വിദ്യാർത്ഥികളെയും നോക്കിക്കണ്ടത്. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേരളത്തിലെ 14 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അക്കാഡമിക് നിലവാരത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന മെഡിക്കൽ കോളേജ്. നമുക്കറിയാം, സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഇതിനേക്കാളും 10 മടങ്ങ് സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജുകൾ ഗവൺമെന്റ് മേഖലയിൽ കേരളത്തിലുണ്ടാവാം. എങ്കിലും അക്കാഡമിക്കിന്റെ കാര്യത്തിൽ 100% വിജയത്തോടു കൂടിയാണ് ഓരോ വർഷവും ഇവിടെ വിദ്യാർത്ഥികൾ പാസ്സാവുന്നത്. വൈറ്റ് കോട്ട് മണിഞ്ഞ് ഈ നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ക്ലാസ് മുറികളിൽ കഠിനാധ്വാനം ചെയ്ത് വിജയിച്ചു വന്നവരാണ്. അതെ, ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓരോ വർഷ MBBS വിദ്യാർത്ഥികളിലും 80% ആൾക്കാരും ബ്രില്യൻറ്റിൽ നിന്നും ഉള്ളവരാണ്. ചിട്ടയായ പരിശീലനത്തിലൂടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS ബ്രില്യന്റ് നേടിയ ആധിപത്യം കണ്ടോട മക്കളെ. കഴിഞ്ഞ വർഷവും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ബ്രില്യൻ ടീം നടത്തിയ സന്ദർശനത്തിൽ കേരളം സാക്ഷിയായതാണ് ഇവിടുത്തെ ബ്രില്യൻറ്റിന്റെ ആധിപത്യം. 2022 നവംബർ 15 ഇടുക്കി മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ച് ചുവട് വെക്കുമ്പോൾ മുതൽ തുടങ്ങിയ ചരിത്രമാണ്. യെസ്, ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം വിജയമല്ല, അപ്രമാദിത്വമാണ്. 1, 2, 3 വർഷങ്ങൾ പിന്നിട്ട് 4ാം ബാച്ചിലേക്ക് എത്തുമ്പോഴും ഇടുക്കിയുടെ മണ്ണിൽ ബ്രില്യൻറ്റിന്റെ വിജയക്കൊടി ഉയർന്നു തന്നെയിരിക്കുന്നു. ഓരോ ബാച്ചിലും 100 വീതം സീറ്റുകളുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിലെ 4 ബാച്ചുകളിലായി ആകെയുള്ള 400 വിദ്യാർത്ഥികളിൽ 320-ലധികം വിദ്യാർത്ഥികളും ബ്രില്യൻറ്റിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ്. ഇടുക്കിയുടെ സഹ്യസാനുക്കളിൽ ഇപ്പോൾ മുഴങ്ങുന്നത് ഒരൊറ്റ പേര്, ബ്രില്യൻ സ്റ്റഡി സെന്റർ. പിന്നീട് മനോഹരമായൊരു സായാഹ്നത്തിലേക്കാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ബ്രില്യൻ ടീമിനെ കൂട്ടിക്കൊണ്ടുപോയത്. ബ്രില്യൻ ഫാമിലിയെ പ്രതിനിധീകരിച്ച ശിവൻ സാർ വിദ്യാർത്ഥികളോട് സംസാരിച്ചു. നമസ്തേ. നീറ്റ് 2025 MBBS എന്നുള്ള സ്വപ്നമൊക്കെ സാക്ഷാത്കരിച്ച് MBBS കടന്ന് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോട്ട് എത്തിയ 100 വിദ്യാർത്ഥികൾ
അതിൽ ഭൂരിഭാഗം പേരും ബെർലിനിലൂടെ കടന്നു വന്നു പറയുന്നത് ഏറെ അഭിമാനം തന്നെ. നിങ്ങൾക്കറിയാം 2026 നീറ്റ് എക്സാം മെയ് 3-ാം തീയതിയാണ്. ഇനി ഏതാണ്ട് 45 ദിവസങ്ങളോളം ഉള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ അവസരത്തിൽ നമ്മുടെ ക്യാമ്പസുകളിൽ, ബെർലിൻ്റെ വിവിധ ക്യാമ്പസുകളിൽ ഇരുന്ന് മോഡൽ എക്സാമുകളൊക്കെ എഴുതി, ഇപ്പം കമ്പൈൻഡ് മോഡൽ എക്സാം ഒക്കെ തീർന്നിട്ട് ഫുൾ യൂണിറ്റിലോട്ട് കിടക്കുകയാണ്, ഓൾ യൂണിറ്റിലോട്ട് കിടക്കുകയാണ് ബെർലിൻ്റെ ക്യാമ്പസുകൾ. അപ്പം അതിൽ ആ പ്രോഗ്രസ് കാർഡുകളായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തി. ആര് സാറുമാരെ കാണാമെന്നെങ്കിലും ആ ഒരു പ്രോഗ്രസ് കാർഡ് നിങ്ങളിൽ ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്ന മാർക്ക് അതിനനുസരിച്ച് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമൊക്കെ. അങ്ങനെ നിങ്ങളുടെ അനുജന്മാരും അനിയത്തിമാരും ഇപ്പം ബെർലിൻ്റെ ക്യാമ്പസുകളിലുണ്ട്. കഴിഞ്ഞ വർഷം ഹോസ്റ്റലുകളിലിരുന്ന് ഓരോ കോളേജുകളുടെയും വീഡിയോകളും വൈറ്റ് കോട്ട് സെറമണിയും ഒക്കെ കാണുമ്പോൾ നിങ്ങളായിട്ട് തന്നെ സങ്കല്പിച്ച് സ്വപ്നം കണ്ട് തന്നെയാണ്, നിങ്ങൾ അത്രത്തോളം കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ക്യാമ്പസിലും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് 2026 വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് നൽകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. നീറ്റ് എക്സാം കഴിഞ്ഞു, ഇവിടെ കയറിയതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ വലിയൊരു യാത്രയുടെ തുടക്കമായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാവിധ ജീവിതയാത്രയിലെ വിജയത്തിന് ഞങ്ങളുടെ നന്ദി നേരുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് അറിയിക്കാനുള്ള ഞങ്ങളുടെ ഡയറക്ടേഴ്സിൻ്റെ, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ്, ഹോസ്റ്റൽ വാർഡൻസ്, എൻ്റെ ബെർലിൻ ടീമിൻ്റെ സ്നേഹാന്വേഷണങ്ങളും അറിയിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിജയത്തിന്റെ മധുരവും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളും യൂണിയൻ മെമ്പേഴ്സും ഒത്തുചേർന്ന് കേക്ക് മുറിച്ചുകൊണ്ടാണ് ഈ മനോഹരമായ സായാഹ്നത്തിന് തുടക്കമിട്ടത്. ഇന്ന് ഒരുപാട് സന്തോഷത്തോടെ കാണുന്ന ഈ ഓരോ മുഖങ്ങളും വെറും MBBS വിദ്യാർത്ഥികൾ മാത്രമല്ല, സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി പറന്നുയർന്ന നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകങ്ങളാണ്. നീറ്റ് എന്ന കടമ്പ കടക്കാൻ തങ്ങൾ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചും അതികഠിനമായ നീറ്റ് 2025 വീണിടത്തു നിന്നും എഴുന്നേറ്റ് മുന്നേറിയ വഴികളെക്കുറിച്ചും അവർ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചു. ആ അനുഭവങ്ങൾ ഇനി വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വഴികാട്ടുന്ന വലിയൊരു വെളിച്ചമായി മാറുമെന്നതിൽ സംശയമില്ല. നീറ്റിൻ്റെ റിപ്പീറ്റിംഗ് ലൈഫും കോളേജ് ലൈഫും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ഇപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ടൈമായിരിക്കും. സോ അന്നേരം അതും നമ്മുടെ കോളേജ് ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യരുത്. കോളേജ് ലൈഫ് അടിപൊളിയാണ്. ഇവിടെ വന്നതിന് ശേഷം ഐ ഹാവ് ഗോട്ട് ദ ബെസ്റ്റ് ക്ലാസ്മേറ്റ്സ് ആൻഡ് ദ ബെസ്റ്റ് ഫ്രണ്ട്സ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ബ്രില്യൻറ്റിലും. അതേപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും എല്ലാ സബ്ജക്ട്സ് ആണെങ്കിലും നന്നായിട്ടാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. സോ ഐ ഹാവ് ഗോട്ട് ദ ബെസ്റ്റ് സീനിയേഴ്സ് ആൻഡ് ദ ബെസ്റ്റ് ക്യാമ്പസ് എവർ. ആൻഡ് താങ്ക് യു ടീം ബ്രില്യൻറ്റ്. ബ്രില്യൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നു. ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ബ്രില്യൻറ്റിലെ സപ്പോർട്ട് സിസ്റ്റമാണ്. ബ്രില്യൻറ്റിലെ നമ്മുടെ ഡയറക്ടർമാർ, നമ്മുടെ കോർഡിനേറ്റർമാർ, വാർഡന്മാർ, നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ്, അവരൊക്കെ നമുക്ക് ഒരുക്കി തന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു ഇത്. നമുക്കിപ്പം ഇത്തിരി മാർക്ക് കുറഞ്ഞാലും മോഡൽ എക്സാമിനായിട്ട് ഇപ്പം മോഡൽ എക്സാമിൻ്റെ സമയമാണ്, എല്ലാവരും മാർക്ക് എന്തായാലും കുറയും. അതൊക്കെ ഈ ജേണീൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം മാർക്ക് കുറഞ്ഞ് നിൽക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഞാനൊക്കെ എപ്പോഴും ജസ്റ്റിസ് സാറെ വിളിക്കുമായിരുന്നു. ജസ്റ്റിസ് സാറെ വിളിച്ചിട്ട് സാറ് ചോദിക്കണം, സാറേ മാർക്ക് കുറഞ്ഞു എന്താ ചെയ്യുക? സാറ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് വെച്ചാൽ ഇപ്പം പരീക്ഷ ഭയങ്കര എളുപ്പമായതിനെ കൊണ്ടായിരിക്കും നമുക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടഫായതിനെ കൊണ്ടായിരിക്കും നമുക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക, റാങ്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ സാറ് പറയുന്നു അത് പോട്ടെ, നീ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു. ഇപ്പം പരീക്ഷ ടഫാണ്, നീ എളുപ്പമുള്ള മാത്രം ചെയ്യാൻ ആദ്യം, എന്നിട്ട് നമുക്ക് ടഫിനെ പറ്റി ചിന്തിക്കാം. അപ്പോൾ ബ്രില്യൻറ്റിൽ നമ്മളിപ്പം വളരെ എളുപ്പമുള്ള മോഡൽ എക്സാം എഴുതി, വളരെ ടഫുള്ള മോഡൽ എക്സാം എഴുതി. അപ്പോൾ അതൊക്കെ ചെയ്തതിനെ കൊണ്ട് എനിക്കിപ്പോൾ നമ്മളിപ്പോൾ നീറ്റ് ഇപ്പം വളരെ ടഫായൊരു പരീക്ഷ വന്നു 2025. അപ്പോൾ അത് ഫേസ് ചെയ്യാനും വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിനെ പറ്റി വേറെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ബ്രില്യൻറ്റ് ഒരിക്കലും പരീക്ഷ കഴിഞ്ഞു ഇനി നിങ്ങളെ പാടായി എന്ന് പറയുന്നില്ല. നമ്മളെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് എത്തുന്നവരെ ഇപ്പോൾ ശിവൻ സാറിൻ്റെ വീഡിയോസ് ആയാലും ശിവൻ സാറിനൊപ്പം എന്നുള്ള പ്രോഗ്രാം ആയാലും എല്ലാത്തിലൂടെ എപ്പോഴും കൃത്യമായ ഗൈഡൻസ് തന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നുണ്ട്. എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ഗവൺമെൻറ് സീറ്റിൽ MBBS പഠിക്കണം എന്നുള്ളത്. എനിക്ക് കിട്ടുമെന്നുള്ള വിചാരിച്ചൊരു കാര്യമല്ല അങ്ങനെ ഒരു ഗവൺമെൻറ് സീറ്റ്. പക്ഷേ ബ്രില്യൻറ്റ് അതിനൊരു അവസരം ഒരുക്കി തന്നു, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റി. അതിന് വലിയൊരു പങ്കുവച്ചത് ബ്രില്യൻറ്റ് ഫാമിലി തന്നെയാണ്. താങ്ക് യു സോ മച്ച് ബ്രില്യൻറ്റ് ഫാമിലി ഫോർ ഇറ്റ്. ഇപ്പോൾ നമ്മളൊരു എൻട്രൻസ് ലൈഫും മെഡിക്കൽ ലൈഫും കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ വന്നിട്ട് എനിക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ നമ്മുടെ
എൻട്രൻസ് ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ ബ്രില്യൻ്റിൽ നമുക്കൊരു ഷെഡ്യൂളായിരുന്നു, അല്ലെങ്കിൽ ഒരു ടൈം ടേബിളായിരുന്നു. ആ ടൈം ടേബിൾ അനുസരിച്ചായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. ഒരു 6 മണിക്കൂർ ഉറങ്ങി അതിനുശേഷം ഫുള്ള് പഠിത്തം, ആ ഒരു രീതിയിലായിരുന്നു. പക്ഷേ നമ്മൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് വരികയാണ്, ഏതൊരു മെഡിക്കൽ കോളേജിലേക്കും വരികയാണെങ്കിൽ മെഡിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ സബ്ജക്ട്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ റൂട്ടീൻ ആയിക്കോട്ടെ. ഇപ്പോൾ ഡിസെക്ഷൻ, നമ്മൾ അവിടെ സ്വപ്നം കണ്ടിരുന്ന ഡിസെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ വരുമ്പോൾ നമുക്കത് യാഥാർത്ഥ്യമായിട്ട് നടക്കണം. അതൊക്കെ നമുക്ക് ഭയങ്കര എന്താണ്, ഡിസെക്ഷൻ ഹോളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ്, നമ്മൾ ഇതുവരെ പഠിക്കാത്ത പുതിയ കുറേ തിയറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ഇപ്പോൾ നമ്മൾ എൻട്രൻസ് ലൈഫിലേക്ക് പോകുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മളൊരു മെഡിക്കൽ ലൈഫിലേക്ക് കയറുമ്പോൾ നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ എന്തിനേയും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കും നമ്മൾ മെഡിക്കൽ ലൈഫിൽ ഉണ്ടാവുക. ടോട്ടലി പറയുകയാണെങ്കിൽ മെഡിക്കൽ ലൈഫ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഫഷൻ തന്നെയാണ്. ആക്ച്വലി ബ്രില്യൻ്റിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ ചെന്നപ്പോൾ ഇത്രയും വലിയൊരു ക്യാമ്പസ്, ഇത്രയും സ്റ്റുഡൻസ്, അപ്പം നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ, നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുമോ, നമ്മൾ വീട്ടിലും അതുപോലെ നമ്മൾ +2 വരെ പഠിച്ചു വന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ ഉള്ള കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടെൻഷൻസൊക്കെ സത്യം പറഞ്ഞാൽ മാറിയത് എൻ്റെ മിസ്സ്, എൻ്റെ മെൻറ്റർ നിമാ മിസ്സാണ്. കാരണം ഞാൻ എന്ത് സ്ട്രെസ് ഉണ്ടായാലും ഫസ്റ്റ് ഞാൻ വിളിക്കുന്ന മിസ്സിനായിരുന്നു. അപ്പോൾ ബ്രില്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നീറ്റ് കിട്ടാൻ കാരണം എക്സാംസ് തന്നെയാണ്. അതിൻ്റെ മോഡലും അവരെ എക്സാം പാറ്റേണും വെച്ചാൽ ഞാൻ ശരിക്കും റിപ്പീറ്റ്. അപ്പോൾ അവരെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്തതും റിപ്പീറ്റ് ചെയ്യുമ്പോഴുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അത് മോഡലിൻ്റെ സമയത്തും അത് തന്നെയാണ് നോക്കി പഠിച്ചത്. എനിക്ക് ജസ്റ്റ് തിയറി പഠിച്ചിട്ട് എനിക്ക് മാർക്ക് നല്ല കുറവായിരുന്നു ആദ്യം. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ ആ പാറ്റേൺ ഒക്കെ മനസ്സിലായത്. പിന്നെ ബ്രില്യൻറ്റിൽ എനിക്ക് പറഞ്ഞാൽ മാർക്കൊക്കെ കുറഞ്ഞ സമയത്ത് ഞാൻ നല്ല ഡൗൺ ആയിരുന്നു. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞാനിവിടെ ഇപ്പം നിൽക്കാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്രില്യൻറ്റിൽ കോച്ചിങ് പോകേണ്ടത് മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ബ്രില്യൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഓരോ മെഡിക്കൽ കോളേജിൽ ബ്രില്യൻറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, അടുത്ത വർഷം എനിക്കും അവർ പോകുന്ന ഏതെങ്കിലും ഒരു കോളേജിൽ എനിക്കും അടുത്ത വർഷം ഇതേപോലെ നിൽക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്ന ബ്രില്യൻറ്റ് ഫാമിലിക്ക് ആദ്യം ഞാൻ നന്ദി പറയണു. എനിക്ക് മോഡൽ എക്സാമിനൊക്കെ ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ആ സമയത്ത് സാർ എനിക്ക് തന്ന സപ്പോർട്ടുണ്ട്. അതെനിക്ക് എങ്ങനെ പറയണം, നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും സാർ എന്നോട് പറയും, നീ എൻ്റെ അടുത്തോട്ട് വാ, നമുക്ക് സംസാരിക്കാം, നീ ശരിയാക്കാം, നീ എന്തിനാ ഇത്ര പേടിക്കുന്നേ എന്ന് പറഞ്ഞാൽ സാർ തന്നൊരു സപ്പോർട്ടുണ്ട്. അതായത് എൻ്റെ അച്ഛനും അമ്മേനെയും പോലെ എൻ്റെ ബ്രില്യൻറ്റിൽ ഉണ്ടായിരുന്ന 2 വ്യക്തികളാണ് പ്രദീപ് സാറും അതുപോലെ എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ആശംസ മിസ്സും. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എൻ്റെ അച്ഛനും അമ്മയും. അവരുടെ ആ ഒരു സപ്പോർട്ടും പ്രാർത്ഥനയും ഇല്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്താ, കാരണം ഞാൻ റിപ്പീറ്ററാണ്. അപ്പോൾ ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം അറിയാമായിരുന്നു, ഓക്കെ ഈ വർഷം കിട്ടൂല. അപ്പോൾ എനിക്കറിയത്തില്ല എത്ര പേരൻസ് അപ്പം തന്നെ പറയും, ഓക്കെ കുഴപ്പമില്ല, ഞാനിപ്പോൾ എന്താണ് റിപ്പീറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു സപ്പോർട്ട് എത്ര പേരൻസിന് അവരുടെ മക്കൾക്ക് കൊടുക്കും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് ഞാൻ ഭയങ്കര ലക്കിയാണ്. അപ്പോൾ ഈ ഒരു അവസരം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നന്ദി പറയാം, അവർക്ക് പറയുന്നു. എനിക്ക് 3rd അലോട്ട്മെൻറ്റിലായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിൽ കിട്ടുന്നത്. അപ്പോൾ ഒരു ബോർഡർ റേഞ്ചിലായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര ടെൻഷനുള്ള ഒരാളായിരുന്നു. മോഡൽ എക്സാമിനൊക്കെ സജിത് സാറിന് അറിയാം, ഞാൻ ഫുൾ ടൈം സജിത് സാറിൻ്റെ അടുത്തായിരുന്നു. എപ്പോഴും ഓരോ എക്സാം കഴിഞ്ഞ് പേപ്പറും മീൻസ് റിപ്പോർട്ട് കാർഡും കൊണ്ട് സജിത് സാറിൻ്റെ അടുത്തായിരുന്നു എപ്പോഴും. പക്ഷേ ആ എക്സാം ടൈമിങ്ങിൽ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയായിരുന്നു എനിക്ക് എക്സാമിൻ്റെ സെൻറ്ററും കിട്ടിയായിരുന്നേ. ഞാൻ പഠിച്ച ക്ലാസ്സിൽ തന്നെ എനിക്ക് എഴുതാൻ പറ്റുന്ന ഒരു അവസരം കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ആ സമയത്ത് എഴുതാൻ. എക്സാം കഴിഞ്ഞു, എല്ലാവരും കുറേ പേരൊക്കെ കരയാൻ തുടങ്ങി. പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിൽ വന്നിട്ടില്ല ഇത് ഭയങ്കര ടഫായിട്ടുണ്ട് എക്സാം എന്നുള്ളത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ 11 ഫിസിക്സോളം അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫിസിക്സിൽ ഏകദേശം മാർക്ക് പോയിട്ടുണ്ട്, ഇനി നെഗറ്റീവ് അടിക്കും. അങ്ങനെയൊക്കെ ആലോചിച്ച് ലാസ്റ്റ് ഞാൻ വീട്ടിൽ വന്നു. കൂളായിരുന്നു, വീഡിയോ കണ്ടു, ലൈവ് കണ്ടു ബ്രില്യൻറ്റിൻ്റെ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായി ടഫായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട് ഓഫ് എന്തായാലും കുറയും എന്നുള്ളത്. ദെൻ മാർക്ക് നോക്കി, ആദ്യം എനിക്ക് നോക്കിയപ്പോൾ 550 റേഞ്ചിലേക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ആശ്വസിച്ചു, ഓക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഉറപ്പ് എവിടെയെങ്കിലും കിട്ടുമെന്ന്. പിന്നെ ഓരോ കറക്ഷൻ ഓരോ കീല് വന്ന് ലാസ്റ്റ് എനിക്ക് 527 എന്നൊരു സ്കോറിലേക്കാണ് എത്തിയിരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ കൺഫ്യൂഷനായി. ബോർഡർ റേഞ്ചിൽ മാർക്ക് റാങ്ക് വന്നപ്പോൾ 25,000+ ആയിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ
മെഡിക്കൽ അലൈഡ് കോഴ്സിന് കൊടുത്തു. 12 ദിവസം വെറ്റിനറി കോളേജിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വെറ്റിനറി കോളേജിൻ്റെ ഫ്രഷേഴ്സ് ഡേയ്സിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇവിടുത്തെ 3rd അലോട്ട്മെൻറ്റ് വരുന്നത്. ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. വീട്ടിലേക്ക് എന്തൊക്കെയോ ഞാൻ വെപ്രാളം കാണിച്ചെന്ന് എല്ലാവരെയും അറിയിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ദെൻ അവിടുന്ന് ഞാൻ ലീവ് ചെയ്തു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഡേ ആക്ച്വലി എല്ലാവരും ഇവിടെ ഓൾമോസ്റ്റ് കമ്പനി ആയിരുന്നു. ഞങ്ങൾ 3rd അലോട്ട്മെൻറ്റിൽ ഒരു 30 to 40 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ വന്നു, ക്ലാസ്സിൽ കയറിയപ്പോൾ ആദ്യം വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല. കാരണം 1 month പെൻഡിങ് ആയിരുന്നു നമുക്ക്. ഇത്രയും നാളത്തെ ഡിസെക്ഷൻ ആയാലും എല്ലാം ആയാലും ഒരു ഫ്ലോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എല്ലാത്തിനും ഉത്തരവൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പയ്യെ ഇപ്പോൾ സെക്കൻഡ് ഇൻ്റേണലിലേക്ക് ആയപ്പോഴേക്കും ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. ഇവിടുത്തെ അക്കാഡമിക്സ് അത്രയ്ക്കും നല്ലതായതുകൊണ്ട് നമ്മൾ ആ ഒരു പേസിലേക്ക് എത്തി. ദെൻ ഇപ്പോൾ ഇവിടെ ആയാലും നല്ല ഹാപ്പിയാണ്. കാരണം ഞാൻ ഇവിടെ പോലും കിട്ടൂല എന്നെൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് വിചാരിച്ചതാണ്. പക്ഷേ ബ്രില്യൻറ്റിനോടും എൻ്റെ ഫാമിലിനോടും എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നത് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞതിൽ. 2025 നീറ്റ് ഏറ്റവും ടഫായിട്ട് അവിടെ നിന്ന് ഗേറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കരഞ്ഞു വന്നപ്പോൾ വിത്തൗട്ട് എ സെക്കൻഡ് തോട്ട് എന്നോട് വാപ്പി പറഞ്ഞു നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, വേറെ ഒന്നും ആലോചിക്കണ്ട. അങ്ങനെ ഞാൻ റിസൾട്ട് വന്ന് നെക്സ്റ്റ് മൊമെന്റ് അടുത്ത ബാച്ച് ജൂലൈ 23rd ബാച്ചിൽ ഞാൻ കയറി. അവിടെ പാർട്ട് 21 ബാച്ചിലായിരുന്നു. അവിടെ വെച്ചിട്ട് എൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിരുന്നു ജോസഫ് സാറൊക്കെ. സോ അവിടെ വെച്ചിട്ട് ഇത്രയും ലൈക്ക് ഞാൻ ആഗ്രഹിച്ച് കിട്ടുമെന്ന് വിചാരിച്ച ഒരു സിറ്റുവേഷനോട്ട് എത്തൂല. അങ്ങനെ ആകെ ഡിപ്രസ്ഡ് ആയിരുന്ന സമയത്ത് വീണ്ടും റീറിപ്പീറ്റിന് പോയ സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിരുന്നു ഞാൻ ജോസഫ് സാറ്. ഞാൻ ഓരോ എക്സാമിനും വീണ്ടും മാർക്ക് ലോ ആവുന്ന സമയത്ത് അവരോട് ചെല്ലുമ്പോൾ അവർ തരുന്ന സപ്പോർട്ട് എനിക്ക് അത്രയും വലുതായിരുന്നു. പിന്നെ കോർഡിനേറ്റേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും എല്ലാവരും. സോ ഇപ്പൊ നമ്മൾ എത്ര ആഗ്രഹിച്ച് അതിനുവേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടോ നമുക്ക് എങ്ങനെയായാലും നമ്മുടെ അടുത്ത് എത്തും എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് എൻ്റെ ലൈഫിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും നമ്മുടെ ബ്രില്യൻ്റ് ലൈഫിനെ പറ്റി പറഞ്ഞു, നമ്മുടെ കോളേജ് ലൈഫിനെ പറ്റി പറഞ്ഞു. പക്ഷെ ഞാനിന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് പറയാൻ വന്നത് എൻ്റെ 2025 നീറ്റിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ നടന്ന് കരഞ്ഞിട്ടില്ല. ആ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ മുതൽ ഞാൻ അന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്നോണം വരെ ഞാൻ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ലൈക്ക് വിനയ് സാറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. വിനയ് സാറ്, സജിത് സാറ്, പിന്നെ പ്രദീപ് സാറ്, അവരുടെ അടുത്ത് ഞാൻ അറ്റൻഡൻസ് വാങ്ങുന്ന പോലെ മോട്ടിവേഷൻ പോകുന്നായിരുന്നു. എന്നെക്കാളും കൂടുതൽ എനിക്ക് കിട്ടുമെന്ന് വിശ്വസിച്ച അവരായിരുന്നു. അപ്പോൾ ഞാൻ ഈ എക്സാം എഴുതി തുടങ്ങി. അത് തന്നെ എനിക്ക് മനസ്സിലായി എനിക്കൊന്നും അറിയാൻ പാടില്ല. സ്കിപ്പ് ചെയ്തു അടുത്തത്. അപ്പോൾ തന്നെ എൻ്റെ കരച്ചിലിങ്ങനെ വരാൻ തുടങ്ങി. ഞാൻ അറിഞ്ഞുകൊണ്ട് കരയുന്നില്ല, ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇൻവിജിലേറ്റർ എൻ്റെ സൈഡിൽ ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് സാർ ഇങ്ങനെ ഒറ്റ നിൽക്കുക. എനിക്ക് സാറിൻ്റെ അടുത്ത് സാധാരണ സാർ എൻ്റെ അടുത്ത് എന്താ പറയണ്ടതെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ എക്സാം എഴുതി. ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ പറ്റില്ല. ഞാൻ ഒരു വർഷം കളഞ്ഞ് പഠിച്ചതാണ് ഇതിന് വേണ്ടിയിട്ട്. മര്യാദയ്ക്ക് എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് റിഗ്രറ്റ് വരാൻ പാടില്ല. അതെനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ ഒന്ന് കൂളായി. എന്നിട്ട് എക്സാം എഴുതാൻ തുടങ്ങി. എക്സാം എഴുതി കഴിഞ്ഞ് അപ്പം തന്നെ ഒരു പകുതി കാറ്റ് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇറങ്ങി, എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി ഇന്ന് സമാധാനപ്പെട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സൈഡിൽ നിന്ന് ആൾ പറഞ്ഞു എക്സാം വാസ് വെരി ഈസി. അപ്പോഴേ അടുത്ത ബാക്കിയുണ്ടായിരുന്ന കാറ്റും കൂടെ പോയി. എക്സാം ഈസി ആയിരുന്നു മോഡറേറ്റ് എന്ന് പറഞ്ഞു കേട്ടെ. പിന്നെ ഞാൻ ഇറങ്ങി. അപ്പം തന്നെ ഞാൻ സാറിനെ വിളിച്ചു, വിനയ് സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റിയില്ല, എന്നെക്കൊണ്ട് മര്യാദയ്ക്ക് എഴുതാൻ പറ്റിയില്ല. എക്സാം ഞാൻ പോയി, എൻ്റെ എനിക്ക് തീരെ ഇതുണ്ടായിരുന്നില്ല എന്ന് ഞാൻ സാറിനെ വിളിച്ചത്. സാറ് വന്ന് സമാധാനിക്കും, എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരുന്നു, കുഴപ്പമില്ല, എക്സാം ടഫായിരുന്നു. എന്നാലും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. എൻ്റെ വിചാരം എനിക്ക് മാത്രമായിരുന്നു ടഫെന്ന്. അമ്മയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് കരയാൻ തുടങ്ങി. അമ്മ തന്നെ സമാധാനിക്കും, എക്സാം ടഫായിരുന്നു. എന്നിട്ട് അങ്ങനെ എനിക്ക് തീരെ ഒരു ഇതുണ്ടായിരുന്നില്ല. എനിക്ക് ആ എക്സാം എഴുതിയപ്പോൾ ഞാൻ തീരെ വിചാരിച്ചില്ല എനിക്കൊരു MBBS ലൈഫിൽ കയറാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ വിചാരിക്കാത്ത എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നെ കിട്ടിയത് ഇടുക്കി മെഡിക്കൽ കോളേജായിരുന്നു. ഒരു കാര്യം എനിക്ക് ഈ 2026 എക്സാം എഴുതാനുള്ള ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യായിരുന്നു എന്നൊരു റിഗ്രറ്റ് വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉള്ളത് നല്ലതാണ്, പക്ഷെ അതൊരു ഹെൽത്തി ടെൻഷൻ ആയിരിക്കണം. ഒരിക്കലും ആ ടെൻഷൻ കാരണം നമ്മുടെ മാർക്ക് പോകാൻ പാടില്ല. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ കോമ്പറ്റീഷൻ ആയാലും അതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കുക. സോ ആഫ്റ്റർ ദ നീറ്റ് നമ്മൾ എത്തിപ്പെടുന്നത് ഒരു നല്ലൊരു ലൈഫിലാണ്. നമുക്ക് ആ വൈറ്റ് കോട്ടും സ്റ്റെത്തും ഒക്കെ എടുത്ത് നമുക്കിങ്ങനെ പോവാം.
അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇനി കുറച്ച് ദിവസം കൂടി കഷ്ടപ്പെട്ടാൽ മതി. ആഫ്റ്റർ ദാറ്റ് യു കെൻ ഓൾ ബി വിത്ത് us. പഠനത്തിൽ മാത്രമല്ല വേദിയിലും കലയിലും ആധിപത്യം ബ്രില്യന്റിന് തന്നെ. യെസ്, ഫ്യൂച്ചർ ഡോക്ടേഴ്സ് റോക്കിംഗ് ദ ഫ്ലോ. സംഗീതത്തിന്റെ താളത്തിനൊപ്പം ചുവട് വെച്ചുകൊണ്ട് നാളുകളായിട്ടുള്ള പഠന സമ്മർദ്ദം എല്ലാം മറന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ആർത്തുല്ലസിച്ചു. ആഘോഷങ്ങൾക്കൊടുവിൽ എല്ലാവരും ഒത്തുചേർന്ന് ആസ്വദിച്ചു കഴിച്ച വിഭവസമൃദ്ധമായ ഭക്ഷണം. ആ മുഖങ്ങളിൽ വിരിഞ്ഞ പുഞ്ചിരിയും സംതൃപ്തിയും നൽകിയ പോസിറ്റീവ് എനർജി ഹൃദയത്തിലേറ്റിയാണ് ടീം ബ്രില്യന്റ് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പടിയിറങ്ങുന്നത്. മനസ്സു നിറയെ 1000 ഓർമ്മകൾ. ഇടുക്കിയുടെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങി ടീം ബ്രില്യന്റ് ഇനി അടുത്ത മെഡിക്കൽ കോളേജിലേക്ക്. അതെ, ഈ വിജയയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. കേരളമെമ്പാടുമുള്ള മെഡിക്കൽ കോളേജുകളിലെ ബ്രില്യന്റ് ആധിപത്യം നേരിൽ കാണാൻ, ആ മിടുക്കരെ അഭിനന്ദിക്കാൻ ബ്രില്യന്റ് ടീം തങ്ങളുടെ പ്രയാണം തുടരുകയാണ്. Stay tuned. The journey to the future doctors of Kerala continues. Brilliant Study Center, India's #1 coaching center for NEET and JEE.